എല്ലാവർക്കും നമസ്കാരം. കോടാലി കടമ്പോടുള്ള കാവുങ്ങൽ വീട്ടിൽ ഇന്നും ആ കുട്ടികൾ കിടന്നിരുന്ന അതേ മുറിയിൽ 3 പ്രാവശ്യം പാമ്പ് വന്ന അതേ മുറിയിൽ ഇന്ന് വീണ്ടും പാമ്പിനെ കണ്ടിരിക്കുകയാണ്. അതേ വർഗ്ഗത്തിൽപ്പെട്ട പാമ്പ്, ക്രൈറ്റ്സ് വിഭാഗത്തിൽപ്പെടുന്ന വെള്ളിക്കട്ടൻ വർഗ്ഗത്തിൽപ്പെടുന്ന പാമ്പിനെ കണ്ടിരിക്കുകയാണ്. നാട്ടുകാരെല്ലാം ചേർന്ന പാമ്പിനെ ഇപ്പോൾ തല്ലിക്കൊന്നിട്ടുണ്ട്. ആ വീടിൻ്റെ കുട്ടികൾക്ക് കടിയേറ്റ കുട്ടികൾ കിടന്നിരുന്ന അതേ മുറിയിൽ തന്നെ 4-ാം പ്രാവശ്യവും പാമ്പിനെ കണ്ടിരിക്കുകയാണ്. ആദ്യത്തെ പ്രാവശ്യം അൽജോ എന്ന് പറയുന്ന 2ാമത്തെ മകനെ കടിച്ച കുട്ടി മരണപ്പെട്ടു. അതിനുശേഷം മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പ്രാവശ്യമാണ് 2ാമത്തെ പ്രാവശ്യം കണ്ടത്. 3ാമത്തെ പ്രാവശ്യം ഇന്നലെ കണ്ടു. ഇന്ന് 4ാമത്തെ പ്രാവശ്യവും ഈ കോടാലിയിലുള്ള കടമ്പോട് കാവുങ്ങൽ വീട്ടിൽ സിൽജോ ജോൺസി ദമ്പതികളുടെ വീട്ടിൽ ആ കുട്ടികൾക്ക് കടിയേറ്റ ആ വീട്ടിലെ അതേ മുറിയിൽ 4ാം പ്രാവശ്യവും ഇപ്പോൾ പാമ്പിനെ കണ്ടിരിക്കുകയാണെന്നുള്ള വിഷമകരമായ സാഹചര്യമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഈ പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ എല്ലാ ഭാഗത്തുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഈ സെൻസൈഡുകളിലും അതുപോലെ തന്നെ വാർക്കമോളുകളിലൊക്കെ തന്നെ ഇത് വള്ളികളിലൂടെ കയറി ഇതൊരു പക്ഷേ അവിടെ പ്രസവിച്ച് പറ്റി വരികയും ഈ എയർ ഹോൾ വഴിയൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. ഞാൻ ഇന്നലെ തന്നെ അവരുടെ മെമ്പറുമായിട്ട് ഇത് സംസാരിച്ചിരുന്നു. ഇത് എങ്ങനെയാണ് ഈ 4ാമത്തെ പ്രാവശ്യവും ഈ പാമ്പ് ഇതേ മുറിയിൽ തന്നെ കാണപ്പെട്ടു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് എന്താണ് ഇതിൽ നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് തോന്നുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും നാട്ടുകാരൊക്കെ ചേർന്ന് നടത്തിയിട്ടുള്ള ആ പ്രയത്നങ്ങൾ അത് ചെറുതല്ല. പക്ഷേ പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നു. അതേ മുറിയിലേക്ക് തന്നെ 4ാം പ്രാവശ്യവും പാമ്പ് വരുന്നെന്ന് പറയുമ്പോൾ എന്താണ് സ്ഥിതി? തീർച്ചയായിട്ടും ഞെട്ടലുളവാക്കുന്ന സംഭവമാണ്. അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്ന് വളരെ സന്തോഷകരമായ ഒരു വാർത്ത ഇന്ന് വന്നിട്ടുള്ളത്. അനോഷിൻ്റെ ആരോഗ്യനിലയിൽ ശ്രദ്ധേയമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രവേശിപ്പിച്ച് 3 ദിവസത്തിനുള്ളിൽ എക്മോയിൽ നിന്നും വെന്റിലേറ്റർ പിന്തുണയിൽ നിന്നും അദ്ദേഹത്തെ വിജയകരമായി പിൻവലിച്ചു. എക്മോ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ശ്വാസകോശത്തിൻ്റെയും അതുപോലെ തന്നെ ഹാർട്ടിൻ്റെയും പ്രവർത്തനം ഏറ്റെടുക്കുന്ന ഒരു മിഷനാണ്. അതിൽ നിന്നും അനോഷിനെ പിൻവലിച്ചു. അതിനുശേഷം മാസ്റ്റർ അനോഷ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് സ്വതന്ത്രമായി ഓറൽ വായിലൂടെ ഭക്ഷണം കഴിക്കുന്നത് പുനരാരംഭിച്ചു. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ അനോഷിന് കഴിഞ്ഞു. അനോഷ് സുഖം പ്രാപിച്ചു വരികയാണ്. അനോഷിൻ്റെ ആരോഗ്യനില സ്ഥിരമായി തുടരുകയാണെങ്കിൽ നാളെ റൂമിലേക്ക് മാറ്റുകയാണെന്നാണ് ഹോസ്പിറ്റൽ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും സന്തോഷകരമായ ഒരു വാർത്ത പങ്കുവെക്കുമ്പോൾ തന്നെ ഇവരുടെ വീട്ടിൽ, ഈ കാവുങ്ങൽ വീട്ടിൽ സിൽജോ ജോൺസി ദമ്പതികളുടെ ഇളയ മകൻ്റെ മരണത്തിന് കാരണമായിട്ടുള്ള പാമ്പ് കടിച്ച അതേ മുറിയിൽ 4ാം പ്രാവശ്യവും വെള്ളിക്കട്ടൻ ക്രൈറ്റ്സ് വിഭാഗത്തിൽപ്പെടുന്ന പാമ്പിനെ കണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത് ആ വീട്ടിൽ എന്താണ് ഈ പാമ്പ് ഒരു ഒഴിയാബാധയായിട്ട് പാമ്പ് ഇങ്ങനെ വരുന്നതിൻ്റെ സാഹചര്യം എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇത് ഗൗരവമായിട്ടുള്ള സംഭവം തന്നെയാണ്. ഇവർക്ക് താമസിക്കാനുള്ള വീട്ടിലാണ് ഈ 4ാം പ്രാവശ്യവും പാമ്പ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലെ ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും പോയിട്ടുള്ള ഫോറസ്റ്റ് നമ്മുടെ ഒരു സുഹൃത്ത് പങ്കുവെച്ചത് ആ വീട്ടിൽ ഇനിയും പാമ്പ് വരാൻ സാധ്യതയുണ്ടെന്നാണ്. എന്താണ് ഇനിയും സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അവിടെ താമസിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിൽ നിന്ന് താമസം മാറുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. കാരണം 4ാം പ്രാവശ്യം ഒരു വീട്ടിൽ ഇതേ കടിച്ച പാമ്പ് തന്നെ ഇതേ വർഗ്ഗത്തിൽപ്പെട്ട പാമ്പ് വരികയാണെന്ന് പറയുമ്പോൾ ഒന്നും പറയാനില്ല. ഇത് വളരെ അതിശയവും ഞെട്ടലും ഉണ്ടാക്കുന്നു. അനോഷ് സുഖം പ്രാപിച്ച് ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് വീണ്ടും ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുന്നു. അനോഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും എൻ്റെ ഫോളോവേഴ്സിനും പ്രത്യേകം നന്ദി. നമസ്കാരം.